ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ കുറച്ചധികം കിച്ചൺ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തോന്നണമെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചില ടൈമിൽ കറികൾക്കോ എന്തിനെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കും അല്ലേ. എനിക്ക് എപ്പോഴും പറ്റണതാണ്. നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്ന ടൈമിൽ കുറച്ച് അധികമായി പോകാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചീത്തയായി പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. തേങ്ങാപ്പാൽ ആയതുകൊണ്ട് പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഒരു ഐസ് ട്രേ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഈ ഒരു ബാക്കിയുള്ള തേങ്ങാപ്പാൽ മൊത്തത്തിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളത് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ ഞാനിപ്പോൾ ഇതെല്ലാം ഈ ഒരു ട്രെയിൽ മൊത്തത്തിൽ ഉണ്ടായിട്ട് അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുത്ത് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു ഇതിൽ തന്നെ വെക്കരുത് കേട്ടോ. ഐസ് ട്രെയിൽ തന്നെ വെക്കരുത്. അത് നന്നായിട്ട് ഫ്രീസ് ആയതിനു ശേഷം എടുത്തിട്ട് നമ്മളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ ഒരു ടൈമിൽ നമുക്ക് എടുത്തത് കറിയിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ തമ്മനയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ചോറോ അല്ലെങ്കിൽ തേങ്ങയോ ഒന്നും ചേർക്കാത്തൊരു ഈസി വെള്ളയപ്പത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ 3 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് ഇട്ട് കൊടുക്കുന്നത് കാണിക്കാനായിട്ട് ആ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ 3 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉലുവ ഞാൻ കാണിച്ചു തന്നല്ല ആ ഒരു കയ്യിൽ അത്രയും മാത്രം മതി കേട്ടോ. ഓവറായി പോകണ്ട. നമ്മൾ വെള്ളയപ്പമാണ് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചരി എടുത്ത അതേ കപ്പിന് തന്നെ 1 കപ്പ് അവലെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മട്ടവലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വെള്ളാവലാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇതുള്ളതിൻ്റെ പേരിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു പച്ചരി അരക്കുന്നതിന് 1 മണിക്കൂർ മുമ്പായിട്ട് നമ്മൾ അവൽ ഒന്ന് കുതിർക്കാനായിട്ട് ഇട്ട് വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം ഞാൻ വൈകുന്നേരമാണ് ഇപ്പോൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ പച്ചരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ മിക്സിയുടെ ജാറായതുകൊണ്ട് ഒറ്റ ട്രിപ്പിനായിട്ട് അരച്ചെടുക്കാനാണ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു അവൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അവൽ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ആ ഒരു അവലും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, തരികളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു കാസറോളിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലത്തെ ഒരു കാസറോള് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലും നമ്മൾ അപ്പത്തിന്റെ മാവ് നന്നായിട്ട് ഫെർമെന്റ് ആയിട്ട് വരുള്ളൂ. എന്നിട്ട് കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. കൈ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് എങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാലേ നമ്മുടെ അപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിതിൽ ചോറോ വേറെ തേങ്ങയോ ഒന്നും ചേർക്കുന്നില്ല. അതേപോലെ ഈസ്റ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റോളം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു മൂടിയിട്ട് ഓവർനൈറ്റ് ഫെർമെന്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ അപ്പത്തിന്റെ മാവൊക്കെ നന്നായിട്ട് പൊളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നല്ല തണുപ്പുള്ള ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇളം ചൂടുള്ള വെള്ളത്തിന്റെ മുകളിലേക്ക് നമ്മുടെ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഓവർനൈറ്റ് ഫെർമെന്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു അപ്പത്തിന് മാവ് അടിച്ച ടൈമിൽ ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഈ ഒരു ടൈമിൽ ചുടുന്നതിന് മുമ്പായിട്ടാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് കുറച്ച് മാവ് ആദ്യം തന്നെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ പാനൊക്കെ അടുപ്പിലേക്ക് വെച്ച് അപ്പം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് പാനൊന്ന് അത്യാവശ്യം ചൂടായതിനു ശേഷം മാത്രം ബാറ്റർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തപ്പോഴേക്കും നന്നായിട്ട് ഹോളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. നമ്മൾ തേങ്ങ ചോറൊന്നും ചേർത്തില്ലെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതേപോലെ പൊന്തി തണുപ്പാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇളം ചൂടുള്ള വെള്ളത്തിന്റെ മുകളിൽ വെച്ചാലും മതി കേട്ടോ. അപ്പൊ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അപ്പം കിട്ടും. അപ്പൊ ഫസ്റ്റത്തെ അപ്പം റെഡിയായി ഞാൻ ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല ഈസി ആയിട്ട് നമുക്ക് ചട്ടിയിൽ നിന്ന് കിട്ടും കേട്ടോ. അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. നിങ്ങൾക്ക് നന്നായിട്ട് മുരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് മുരിച്ചെടുത്തിട്ട് അങ്ങനെയും ഉപയോഗിക്കാം കേട്ടോ.
അപ്പോൾ ഇതാ രണ്ടാമത്തെ ബാറ്റർ രണ്ടാമത്തെ തവി ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ചുറ്റിച്ച് അപ്പം ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ തേങ്ങയൊക്കെ നല്ല വിലയല്ലേ തേങ്ങക്കൊക്കെ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് തേങ്ങ ഇല്ലാണ്ടും അപ്പത്തിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാൻ കാണിക്കുന്ന അടുത്തൊരു ടിപ്പാണ് കേട്ടോ. നമ്മൾ അപ്പം ചുട്ട് കഴിഞ്ഞ് ലാസ്റ്റ് കായ് വരുമ്പോഴേക്കും ആ ഒരു അപ്പം ചുടുമ്പോൾ ആദ്യം ചുട്ട അത്ര ഒരു സോഫ്റ്റ്നെസ്സും കാര്യമൊന്നും നമുക്ക് ലാസ്റ്റ് ചുടുമ്പോൾ കിട്ടൂല. അപ്പോൾ അതിനായിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ അപ്പം ചുടുന്നതിന് മുമ്പായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ബാറ്റർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ബാറ്റർ നമുക്ക് ഈ ഒരു നമ്മൾ ലാസ്റ്റായി അവസാനം ഇരിക്കുന്ന ആ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അപ്പം ചുട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചുട്ടെടുത്ത അതേ സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ട് നമുക്ക് അപ്പം കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇനി നെക്സ്റ്റ് ടിപ്പ് ഇതാ ഞാൻ ഒരു 2-3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇത് കറിക്ക് വേണ്ടിയിട്ടാണ്. ഇനി പൊട്ടറ്റോ നമുക്ക് പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാനുള്ള ഒരു ടിപ്പാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതാ പൊട്ടറ്റോന്റെ ഒരു നടുവശത്തായിട്ട് ഞാൻ കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ചുറ്റിനും മൊത്തത്തിലായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ പൊട്ടറ്റോ വേവിച്ചെടുക്കുന്നത്, നിങ്ങൾ കുക്കറിലാണെങ്കിൽ കുക്കറിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് അടച്ചു മൂടിയിട്ട് ഫ്ലെയിം ഓണാക്കിയിട്ട് അടുപ്പിൽ വെച്ചാണ് കേട്ടോ അങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നത്, കുക്കറിലല്ല. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പൊട്ടറ്റോ ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് തൊലി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വിട്ടിരിക്കുന്നുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് പൊട്ടറ്റോ ഒക്കെ മാറ്റിയെടുത്തിട്ട് ഒരു ഫോർക്ക് കൊണ്ട് നമ്മൾ ഈ ഒരു പൊട്ടറ്റോ ഒന്ന് ഉരുളക്കിഴങ്ങും ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് പെട്ടെന്ന് തന്നെ കൈയും കൊണ്ട് നമുക്കിങ്ങനെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാനായിട്ട് പറ്റൂ കേട്ടോ. അതേപോലെ നമ്മളിങ്ങനെ ഫോർക്കുമ്പോൾ കുത്തിയിട്ട് തൊലി കളയേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ കൈ ഒന്നും പൊള്ളാണ്ട് നല്ല സിമ്പിളായിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ആ ഒരു പൊട്ടറ്റോ ഒന്ന് ആ ഒരു തൊലിയൊക്കെ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ചൂടോട് കൂടിയിട്ട് തന്നെ ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് പൊട്ടറ്റോ ഉടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കൈയൊന്നും പൊള്ളാണ്ട് നമുക്ക് ഫോർക്ക് കൊണ്ട് പൊട്ടറ്റോ ഉടച്ചെടുക്കാനും പറ്റൂ കേട്ടോ. ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് പുട്ടാണ്. അതേപോലെ നമ്മൾ വെള്ളമൊക്കെ ചൂടാക്കി വെള്ളം തിളപ്പിച്ച് പൊടി വാട്ടിയൊന്നും നമുക്ക് പുട്ടുണ്ടാക്കണ്ട കേട്ടോ. ഈ ഒരു ചോറ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പുട്ടുണ്ടാക്കി എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ചോറൊക്കെ വെച്ചിട്ട് ബാക്കി വരുന്ന ചോറൊക്കെ നമ്മൾ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ളതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ. എന്നിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് തിളപ്പിച്ചിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അല്പം വെന്ത് പോയ ചോറൊക്കെ ഇടുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തിളപ്പിച്ചൊന്നും ഉപയോഗിക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനത്തെയൊക്കെ ചോറ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള പുട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ചോറ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുട്ടിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചോറും കൂടെ ഉള്ളതാണ്. അപ്പോൾ ഒരുപാട് നമ്മൾ അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട, ആവശ്യത്തിന് കുറച്ച് മാത്രം മതി. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ആ ഒരു പൊടിയും ആ ഒരു ചോറും കൂടെ നന്നായിട്ട് കോട്ട് ചെയ്ത് വരണം കേട്ടോ. മിക്സ് ആയിട്ട് കിട്ടണം. ഈ ഒരു രീതിയിൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല, മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് കുറേശ്ശെ പുട്ടിന്റെ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചിട്ടാൽ മതി, കാരണം ഇത് ഡബിൾ ക്വാണ്ടിറ്റി ആയിട്ട് വരും കേട്ടോ. അതിങ്ങനെ പൊന്തി വരും. നമ്മൾ കറക്കി എടുക്കുന്നതിനനുസരിച്ച് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഈ ഒരു മിക്സ് കിട്ടും കേട്ടോ. കുറച്ചിട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് പൾസ് ചെയ്തെടുക്കുക. നിർത്തിയിട്ട് അടിക്കുക കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കട്ട കുത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിർത്തിയിട്ട് അടിച്ചിട്ട് നമുക്കിതാ നല്ല അടിപൊളിയായിട്ടുള്ള പുട്ടിന്റെ പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൈ വെച്ച് കണ്ടില്ലേ, നമ്മളിങ്ങനെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല തരിതരിയായിട്ടുള്ള പുട്ടിന്റെ പൊടിയാണ്. അപ്പൊ ബാക്കിയുള്ളത് ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലിട്ട്. അപ്പൊ ഒരുപാട് നനവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. നനവ് ഇത്തിരി കുറവാണെന്ന് തോന്നണമെങ്കിൽ കുറച്ച് ചോറ് ചേർത്ത് കൊടുത്തിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഞാൻ കുറച്ച് അരിപ്പൊടിയും കുറച്ച് ചോറും മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷെ ഒരു പാത്രം നിറയെ പുട്ടിന്റെ പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പൊടി വാട്ടാനോ നനക്കാനോ ഒന്നിനും നിൽക്കണ്ട, സിമ്പിളാണ്. അതേപോലെ നല്ല സോഫ്റ്റ് ഉള്ള പുട്ടാണ് ഇട്ടത്. പിന്നെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ പുട്ടിന്റെ കണയിൽ തേങ്ങയും നമ്മുടെ ആ ഒരു പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ആവിയേറ്റിയെടുക്കാം. അപ്പൊ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. നമ്മൾ ബാക്കി വന്ന ചോറ് വേസ്റ്റ് ആയിട്ട് പോവുകയുമില്ല. നമുക്ക് നല്ല രാവിലെ തന്നെ നല്ല ചൂട് സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കണ്ടില്ല നല്ല നനവൊക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ പിടികിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്സ് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല യൂസ്ഫുൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.